നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പൊന്ന്, ഓഫീർ പൊന്ന് അഥവാ കാസിയ ഫിസ്റ്റുല. വല്ലത് മനസ്സിലായാ? ഇല്ല, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന്. അതായത് നമ്മുടെ വിഷുവിന് ഏറ്റവും മെയിനാണ് കണിക്കൊന്ന അഥവാ കൊന്നപ്പൂ എന്ന് പറയുന്നത്. നമ്മുടെ ശ്രീലങ്കയിലും ഇന്ത്യയിലും മ്യാൻമാറിലൊക്കെ കാണപ്പെടുന്ന ഒരു ചെറു വൃക്ഷമാണ് ഈ കണിക്കൊന്നപ്പൂ, ഈ കൊന്നപ്പൂ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് വിഷുവിന് കണി കാണുന്നതിൽ ഏറ്റവും മെയിനാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്, പഴവർഗ്ഗങ്ങളും പൂക്കളും കൃഷ്ണനെയും എല്ലാം നമ്മൾ വെക്കും. പക്ഷേ അതിൽ ഏറ്റവും മെയിനായിട്ട് കണിക്കൊന്നപ്പൂവാണ്. ഈ കൊന്നപ്പൂ ഇല്ലെങ്കിൽ ആ കണി കാണുന്നതിനൊരു ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ കണി കാണുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും കൊന്നപ്പൂ അതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്താൻ നോക്കും. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക്, ഇപ്പോൾ ടൗണിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കാശ് കൊടുത്തിട്ടായിരിക്കും ഇത് മേടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊന്നപ്പൂ പറിക്കുന്നതും മുതൽ കണി കാണുന്നത്, പാലക്കാടൻ രീതിയിൽ പാലക്കാട് എങ്ങനെയാണ് കണി കാണുന്നത്, അതുപോലെ വിഷു വേലയുണ്ട്, കരിവേഷം കെട്ടുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് പാലക്കാടിലെ വിഷു എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എവിടേക്കാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കാസിയ ഫിസ്റ്റുല അഥവാ ഓഫീർ പൊന്ന് എന്ന് പറഞ്ഞ ആ കൊന്നപ്പൂവിൻ്റെ മരത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഇവിടെ ഒരു വലിയൊരു മരമുണ്ട്, ആ കാണുന്നത് കണ്ടോ, അതാണ് കൊന്നപ്പൂ മരം. സോ അവിടെ പോയിട്ട് നമ്മൾ കൊന്നപ്പൂ പറിക്കാനാണ് പോകുന്നത് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് കേട്ടോ നമ്മുടെ സ്വർണ്ണ പൊന്ന് അഥവാ ഓഫീർ പൊന്ന് എന്നൊക്കെ പറയുന്നത്. കാണുമ്പോൾ തന്നെ ആ മഞ്ഞ കളറുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് കണിക്ക് ഒരുക്കുമ്പോൾ അതിൻ്റെ കണിയുടെ ഏറ്റവും മെയിനായിട്ട് അതിൻ്റെ എന്താ പറയുക ഒരു ഫീൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് ഈ സത്യം പറഞ്ഞ കൊന്നപ്പൂ തന്നെയാണ്. പണ്ടൊക്കെ ട്രോളിൽ വന്നിട്ടുണ്ട്, കൊന്നപ്പൂ എന്ന് പറയുമ്പോൾ കൊന്നപ്പൂവോ, ഞാൻ ആരും കൊന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പണ്ട് ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊരു സംഭവം കൂടി ഉണ്ട്, അങ്ങനെ ഒരു പേര് ദോഷം കൂടി ഈ കൊന്നപ്പൂ മരത്തിന് മലയാളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സോ വിഷുവിനാണ് മെയിനായിട്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വേനൽ അവധി ഉണ്ടല്ലോ, ഈ വേനൽക്കാലത്ത് മാത്രമേ ഇത് പൂത്തുലിഞ്ഞ് നിൽക്കുകയുള്ളൂ. മഴക്കാലത്തൊന്നും ഇത് ഇങ്ങനെ പൂത്തുലിഞ്ഞ് നിൽക്കില്ല. ഈ കൊന്നപ്പൂ മെയിനായിട്ട് ചൂട് സമയത്താണ് ഇത് അങ്ങനെ പൂത്തുലിഞ്ഞ് നിൽക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വിഷുവും വരുന്നത്. അപ്പോൾ എന്തായാലും വിഷുവോടനുബന്ധിച്ച് തന്നെ ഒരു മാസം മുമ്പ് തന്നെ ഇത് പൂക്കുണ്ടാവും, ഈ മരം പൂത്തുലഞ്ഞ് നിൽക്കും. വിഷു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും ഇതെല്ലാം പൊഴിഞ്ഞു പോവുകയും ചെയ്യും. കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കൂടിയാണ് ഈ കണിക്കൊന്ന പൂ കേട്ടോ. പിന്നെ നമുക്കറിയാത്ത വേറൊരു കാര്യമുണ്ട്, അതായത് വാതം, പിത്തം, കഫം ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ മാറ്റുന്നതിനുള്ളൊരു ആയുർവേദ ഒരു ഔഷധം കൂടിയാണ് ഇത് പറയുന്നതെന്ന് ആയുർവേദ വിധികളിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ അറിവെന്ന് വെച്ചാൽ ഇത് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു അറിവ്. ഇത്രയും കാലം എനിക്കും അറിയില്ലായിരുന്നു നമ്മുടെ ഈ കണിക്കൊന്ന കൊണ്ട് ഇങ്ങനെയുള്ളൊരു ഔഷധ ഗുണമുണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചുമ്മാ ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ അതിന് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഇപ്പോൾ കൊന്നപ്പൂ. അപ്പോൾ ഞാനിതിൽ കുറച്ച് കൊന്നപ്പൂ നമുക്ക് കണി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള കൊന്നപ്പൂ പറിക്കാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് കൊന്നപ്പൂവിൻ്റെ കായ കേട്ടോ. ഇത് ഇപ്പോൾ ഉണങ്ങിയതാണ്, വലിച്ച് കാണിച്ചു തരാം എന്താണുള്ളത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ എന്താ പറയുക, കണി കാണാൻ ഇതൊന്നും വെക്കുകയൊന്നുമില്ല. നമ്മൾ വെക്കുന്നത് കൊന്നപ്പൂവും അതിനോടൊപ്പം തന്നെ കുറച്ച് ഇലയുണ്ട്, അതിൻ്റെ ഇലയും പറിച്ചിട്ടാണ് ഒരുമിച്ചാണ് നമ്മൾ കൊന്നപ്പൂ വെക്കുന്നത്. അപ്പോൾ മച്ചാൻ നമുക്ക് ആവശ്യത്തിനുള്ള കൊന്നപ്പൂ പറിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണി കാണാനുള്ള കൊന്നപ്പൂ പറിച്ചിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട് കേട്ടോ ഇതിനകത്ത്, നല്ല മണമുണ്ട് ഇതിനകത്ത്. പിന്നെ ഇല കുറച്ചുകൂടി പറിക്കണം, ഞാൻ കുറച്ചുകൂടി ഇല പറിക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ഇല ഇങ്ങനെ ചുറ്റും പിടിച്ചിട്ട് നമ്മൾ കണി വയ്ക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അതുകൊണ്ടോ ഈ കാസിയ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് കേട്ടോ. ശരിക്കും നമ്മളൊക്കെ പറയുന്നത് കൊന്നപ്പൂ എന്നാണ്. കണി കാണുന്നതിനുള്ള നമുക്ക് കൊന്നപ്പൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അടുത്ത വിശേഷങ്ങൾ നമ്മൾ ഈ വിഷുവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ഈ കൊന്നപ്പൂ പറിക്കുന്നത്. അടുത്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അച്ഛന്മാരെ അതാണ് കരിവേഷം. പണ്ട് മുതലുള്ള ആചാരമാണ്. ഈ വേഷത്തിനെ കൊണ്ട് താല്പര്യമുള്ളത് കൊണ്ട് ഞങ്ങൾ തുടർന്നുകൊണ്ടേ പോകുന്നു ചെയ്യുന്നതാണ്. ഈ കരിവേഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കരി നമ്മുടെ ശരീരത്തിൽ പൂശുന്ന വേട്ടക്കരുമ. ഒരു ഇതിനു വേണ്ടി നമ്മൾ ഈ വേഷത്തിനെ കൊണ്ട് താല്പര്യമുള്ളത് കൊണ്ട് പാരമ്പര്യമായിട്ടുള്ള ഇതുകൊണ്ട് നമുക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത്? ഞങ്ങൾ ഒഴിവറയിലാണ് വീട്. പല സ്ഥലങ്ങളിലും ഈ പരിസരം വേലയോട് പരിധിയിൽപ്പെടുന്ന എല്ലാ സ്ഥലത്തും പോയി
ഓരോ വീടിന് 10, 20, 5 ധനസഹായങ്ങൾ. അപ്പോൾ ഈ ഉണ്ടിയപ്പാൻ ഇവരുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് പല ആൾക്കാരും നമ്മൾ കാണും, കൈനീട്ടം കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പുണ്യം കിട്ടുന്നത് കൈനീട്ടം ആരൊക്കെ കൊടുക്കുന്നവർക്ക് അതിൻ്റെയൊക്കെ ഒരു പുണ്യം ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്നുള്ളൊരു വിശ്വാസമാണ് ഈ കരിവേഷം കെട്ടിയിട്ട് അവർ ഈ കൈനീട്ടം മേടിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തും കരിവേഷമാണ്, പുള്ളിക്കാരൻ്റെ മുഖത്ത് വെള്ള കളറിലുള്ള വേഷം. അതെന്താണ് സംഭവം? വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടത് വെച്ചിട്ട് ചെയ്തതാണല്ലേ. പിന്നെ ഈ കരിവേഷം നമ്മൾ കെട്ടുന്നത് സ്ത്രീകളാരും കെട്ടില്ല അല്ലേ? ചെയ്തതാണ് അല്ലേ. ശരി ശരി. അപ്പോൾ എന്തായാലും സന്തോഷം. ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം. കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ കൈനീട്ടം മേടിക്കാൻ ഒത്തിരി ആൾക്കാർ വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്തോ ഇപ്പോൾ കാലത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നില്ല. അപ്പോൾ നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു നേരുന്നു. 1, 2, 3. അയ്യോ വട്ടം തിരി. അത് തീപ്പിട്ടിയുണ്ട്, അത് മത്താപ്പല്ലടാ, ഇതല്ലേ ഉള്ളത്. ഇതാണ് മത്താപ്പ്, അത് തീപ്പിട്ടി. 3 കുട്ടികൾ അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. ഇത് കമ്പിളിയാണ്. അപ്പോൾ മച്ചമ്മരെ ഇതാണ് നമ്മുടെ പാലക്കാട് പല്ലശ്ശേനിയിലുള്ള വിഷു വേല കേട്ടോ. കൊന്നപ്പൂവും വിഷു വേലയും. പിന്നെ ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ വിഷു കഞ്ഞി വെക്കുന്നത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ വിഷു വേല ഞാൻ കാണിക്കുന്നില്ല, അവിടെ പോയിട്ട് വേലപ്പറമ്പിലുള്ള വേലയും പാട്ടും കൂത്തും ഡാൻസും അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മറ്റും വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.